റമദാനിന്റെ അവസാനത്തെ രാവുകളാണ്. നരകമോചനം തേടേണ്ട, സ്വർഗപ്രവേശനം തേടേണ്ട പുണ്യമായ രാത്രിയാ സഹോദരാ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവാ മക്കളെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. നിബിതങ്ങൾ അവിടെന്ന് പറയുകയായി, സദസ്സിലിരിക്കുന്ന ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. നിബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ വയലുകൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് ആ തളർന്ന ശരീരവുമായി തറാവീഹും വിത്തറും ഇശായും നിസ്കരിച്ചിട്ട് ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന വാപ്പമാരെ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? നിങ്ങൾക്കറിയണോ? സ്വർഗത്തിന്റെ പാസ് കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ ആരാണെന്ന്? സ്വർഗം നിർബന്ധമായ മനുഷ്യൻ ആരാണെന്നറിയുമോ? അല്ലാഹുവേ, ആ ഒരാളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ ഒരാൾ ആരാ? ഈ വയല് കേൾക്കാൻ വന്ന എല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയുന്നു, ആ പോകുന്നവനാ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയുന്നവനല്ല. ഈ പെണ്ണുങ്ങൾ മുഴുവനും ഒരാളെ നോക്കിയിട്ട് പറയുകയാ, ആ പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്, സ്വർഗം നിർബന്ധമായ മനുഷ്യനെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തി. ആ ഒരാളാരാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ആ സ്വർഗം നിർബന്ധമായ മനുഷ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യൻ ആരെന്നറിയോ? ആ മനുഷ്യൻ ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 40 ലക്ഷം പേരല്ല, 4 ലക്ഷം പേരല്ല, 40,000 പേരല്ല, 400 പേരല്ല, 40 പേരല്ല, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ, അവൻ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? ചങ്ങായി, എത്ര പേര് പറയണം? 4 പേര്. 4 പേര്. സഹോദരി, നിന്നെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് പറയുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എടോ, നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കുറിച്ച് 4 പേര് നല്ലത് പറയുമോ? ഇല്ലേ? പറയോ? പറയോ താത്താമാരെ? ചിരിക്കുന്ന എന്നെ നോക്കിയിട്ട് ചിരിക്കുവാ. സിറാജെ, 4 ലക്ഷം പേരൊന്നും അല്ലല്ലോ, 4 പേര് പറഞ്ഞാ പോരെ? നമ്മുടെ മുഖത്തൊരു ചിരിയുണ്ട്. 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം നിർബന്ധമാണല്ലോ. അപ്പൊ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറയും, ഒരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ദാതാമാരെ, ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, കഞ്ചാവ് അടിച്ച് കിടക്കുന്ന ഒരുത്തം പറയാ നീ നല്ലവനാണെന്ന്, സ്വർഗം കിട്ടുവോ? കിട്ടൂല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട 4 പേര് പറയണം. ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാ പോരാ, പറയേണ്ടവര് പറയണം നീ നല്ലവനാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് പറയേണ്ടവര് പറയണം നമ്മൾ നല്ലവരാണെന്ന്.